എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊട്ടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് ഇനി അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും നമ്മളോട് കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിച്ചൊരു സംശയം തന്നെയാണ്. വിശദമായ വാർത്തയിലേക്ക് തന്നെ അടക്കാം. ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്കും കൂടി ചെയ്ത് കാണാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷകളുടെ രജിസ്ട്രേഷൻ നടപടികൾ നേരത്തെ കഴിഞ്ഞുവെങ്കിലും പല വിദ്യാർത്ഥികളും നമ്മളോട് പറയുന്നൊരു കാര്യമാണ്, പല കാരണങ്ങളാൽ, തിരക്കുകളാൽ അല്ലെങ്കിൽ അറിയാതെ പോയ കാരണത്താൽ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് അവസാന ചാൻസാണ്. ഇനി അവർക്ക് സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതാൻ സാധിക്കില്ല. അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾക്ക് ഇനി രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞു. ഫൈനോട് കൂടി രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റും എക്സ്പയർ ആയി കഴിഞ്ഞു. എന്നാൽ സൂപ്പർ ഫൈനോട് കൂടി യൂണിവേഴ്സിറ്റിയിൽ പോയാൽ നിങ്ങൾക്ക് ഇനിയും അപ്ലൈ ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ച് പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പൊന്നും പോയേക്കില്ല, കുറച്ച് നേരത്തെ പോകണം. അതായത് ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത് വളരെ ഉചിതമായ മാർഗമായിരിക്കും. കാരണം ബാർകോഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പുള്ള ഒരാഴ്ചക്കുള്ളിലുള്ള രജിസ്ട്രേഷൻ ഒന്നും സ്വീകരിക്കില്ല. അതിന് മുമ്പ് ലഭിക്കുന്ന രജിസ്ട്രേഷൻസ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷകളുടെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ 2-2.5 മാസങ്ങൾക്ക് മുമ്പേ രജിസ്ട്രേഷൻ നടപടികളൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. എന്നാൽ പരീക്ഷ ഇന്ന് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതൊരു വിശദീകരണം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി സൂപ്പർ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും ഇതിനൊരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയാൽ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. സൂപ്പർ ഫൈൻ കുറച്ച് തുക അടയ്ക്കേണ്ടി വരും, എന്നാലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് ഞാൻ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞായറാഴ്ചയാണ്. ഓക്കെ, അപ്പോൾ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം എന്നാണോ, നാളെ തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ നിങ്ങൾ പോയിക്കൊള്ളുക. അപ്പം എന്താണ് വർക്കിംഗ് ഡേ നോക്കി നിങ്ങൾ പെട്ടെന്ന് തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിക്കൊള്ളുക. കാരണം പരീക്ഷ ജനുവരി മാസം നടക്കാനാണ് സാധ്യത. കാരണം ഡിസംബർ ഇനി ഇലക്ഷനായി, അത് കഴിയുമ്പോൾ ക്രിസ്മസ് അവധിയായി. ഇനി ഡിസംബറിൽ നിങ്ങളുടെ പരീക്ഷ നോക്കുകയേ വേണ്ട, ജനുവരിയാണ് പരീക്ഷ നടക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എപ്പോൾ പോകാൻ സാധിക്കുമോ എത്രയും പെട്ടെന്ന് യൂണിവേഴ്സിറ്റിയിൽ പോയി രജിസ്ട്രേഷൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. My name is Karya, the founder of Scrap for Tech, the career guidance. Thanks for watching. Bye.